വാട്സ്ആപ്പ് ഗായ്സ്, സോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി. സോ കാര്യം മറ്റൊന്നുമല്ല, കുറച്ച് വർക്കും ബിസിയൊക്കെ ആയിട്ട് പോയി. സോ അതുപോലെ തന്നെ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, പുറത്ത് പോയി ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന ജസ്റ്റ് ഇവിടെ ആയിട്ട് ഒരു മൊബൈൽ ഹോൾഡറും വിത്ത് ചാർജറും, നമ്മുടെ ബോബോ ഗിയേഴ്സിൻ്റെ മൊബൈൽ ചാർജർ വിത്ത് ഹോൾഡർ, ആ ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, ആക്ച്വലി ഞാനിത് പർച്ചേസ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഓൾറെഡി ഞാനിതിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, മറ്റേ ചാർജറും അല്ലെങ്കിൽ ബാറ്ററിയുടെ കണക്ഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ആക്ച്വലി ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ആ ഒരു ചാർജറിൻ്റെ ആ ഒരു മൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റബിളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫോണും നമുക്കിതിൻ്റെ അകത്ത് തന്നെ മൗണ്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് എന്താ പറയുക, ഫ്ലെക്സിബിളായിട്ട് വരുന്നുണ്ട്. സോ ദെൻ അതിൻ്റെ ഒരു വയറിൻ്റെ ലെങ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെങ്ത് കൊടുക്കുന്നുണ്ട്. അതായത് എന്താ പറയുക, നമ്മുടെ ഈ വണ്ടിയുടെ ലെങ്തിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സോ ഇതിൽ ആക്ച്വലി എന്താ പറയുക, ഒരു ഫ്യൂസ് ഇൻബിൽഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതുകൊണ്ടോ. സോ ആക്ച്വലി ഇതിലൊരു ഫ്യൂസ് ഇൻബിൽഡ് ചെയ്താണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും എന്താ പറയുക, വാട്ടറോ കാര്യങ്ങളൊക്കെ കയറി ഇതിൽ ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലും മാക്സിമം നമുക്ക് എന്താ പറയുക, ഈ ഒരു ഫ്യൂസ് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടിയുള്ളൂ. അത് നമ്മുടെ ഈ എന്താ പറയുക റെഡ് വയർ അല്ലെങ്കിൽ ആ റെഡ് പോർട്ടലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് തിരിച്ചു കൊടുത്താൽ മതി. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ അത് ബാക്കി നമുക്ക് ആക്ച്വലി ഒരു LNK വന്നിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. സ്ട്രിപ്പ് മീൻസ് എന്താ പറയുക, നമ്മുടെ ഒരു വയർ ടൈ വന്നിട്ടുണ്ട്. ദെൻ കാര്യങ്ങൾ ഇതൊക്കെ പാക്കഡ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. ദെൻ വേറൊരു മൗണ്ട് വന്നിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ഞാൻ പറയാം. അതുപോലെ ഒരു സ്പെയർ ആയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ഫ്യൂസ് കൂടെ അവർ തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ വാഷർ, നമ്മുടെ എന്താ പറയുക ഹാൻഡിൽ കണക്ട് ചെയ്യുമ്പോൾ വാഷർ കണക്ട് ചെയ്ത് വെക്കാനായിട്ട്. ദെൻ ഒരു സ്റ്റിക്കർ, ഒരു പശയുള്ള ഒരു ഇതുകൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഈ മൗണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഈ ഒരു മിററിൻ്റെ ഹാൻഡിൽ വരുന്നില്ലേ, അതായത് ഇതിങ്ങനെ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട്, അതായത് ഇതിൻ്റെ അകത്തോടെ മിറർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത്തേൽ നമ്മുടെ ആ ഒരു മൗണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഹോൾഡർ കണക്ട് ചെയ്യാൻ പറ്റും. സോ അതായത് ഈ ബാക്ക് സൈഡ് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഇതിലോട്ട് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യത്തക്ക രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അത് മാറ്റി വെക്കാം. ദെൻ ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ മാക്സിമം ഇത് ഫുൾ ആൻഡ് ഫുൾ ഇത് പ്ലാസ്റ്റിക്കാണ്. ആക്ച്വലി ഞാൻ വിചാരിച്ചു ഫുള്ള് മെറ്റൽ പീസ് ആയിരിക്കും വരികയെന്ന്. ആക്ച്വലി അവരുടെ ഒരു സൈറ്റിൽ തന്നെ മെറ്റൽ പീസിൻ്റെ സെക്ഷനും അവൈലബിൾ ഉണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഞാൻ ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ആക്ച്വലി ജോ ഗ്രിപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ആക്ച്വലി മൊബൈൽ ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കർവ്ഡ് സെക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ചിലതിൽ ഈ ഒരു ഹാഫ് സെക്ഷനേ വരുന്നുള്ളൂ, അത് ഫുള്ള് ചിലപ്പോൾ മെറ്റലായിരിക്കും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഈ ബാക്ക് സൈഡും കാര്യങ്ങളും ഇതൊക്കെ ഫുള്ള് മെറ്റലാണ്. ദെൻ അതുപോലെ തന്നെ ഒരു USB ചാർജർ കണക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഇത് നോക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ USB ചാർജർ ഇൻപുട്ട് 12 വോൾട്ട് മുതൽ 24 വോൾട്ട് DC കണക്ട് ചെയ്യാൻ പറ്റും. സോ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ അവർ എന്താ പറയുക USB കേബിൾ കൊടുത്തിട്ടില്ല. ദെൻ ഒരു ഇൻസുലേറ്റ് ചെയ്ത് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടറൊക്കെ കയറിയാലും ഇതിൻ്റെ അകത്ത് വാട്ടർ അകത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് വെച്ച് ഇൻസുലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരിതും കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഫുള്ള് മെറ്റലാണ്, ഈ ഒരു സെക്ഷൻ ഫുള്ള് മെറ്റലാണ്. ദെൻ ഇത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക റൊട്ടേറ്റ് ചെയ്യാൻ ഈ ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. ഇത് ഫുള്ള് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റൊട്ടേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കുക. അടുത്ത ടാസ്ക് ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ബാറ്ററി കൊടുക്കുക. സോ ഇതിൽ ആക്ച്വലി കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോൺസെപ്റ്റാണുള്ളത്. ഒന്ന് നമുക്ക് ഈ ഒരു സെക്ഷൻ ഡയറക്റ്റായിട്ട് ബാറ്ററി ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് ഡയറക്റ്റായിട്ട് ബാറ്ററിയിലോട്ട് പ്ലസ് ആൻഡ് മൈനസ് കൊടുക്കാം. പക്ഷേ അതിലുള്ളൊരു ഞാൻ ആക്ച്വലി അത് പ്രൊമോട്ട് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 24/7 എപ്പോഴും നമ്മുടെ വണ്ടി ആക്റ്റീവായിരിക്കുന്ന, അതായത് ബാറ്ററി ചാർജുള്ള സമയത്ത് എപ്പോഴും ഇത് ഓണായിരിക്കും. ഓൺ മീൻസ് ഇത് ഓഫ് ചെയ്ത് ഓഫ് ആകും. പക്ഷേ എന്തായാലും എന്താ പറയുക, ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ ഒരു ചാർജറിൽ നിന്ന് മീൻസ് ഒരു സ്ട്രേഞ്ചറായ ഒരു പേഴ്സൺ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ചാർജ് എടുക്കാൻ പറ്റും. പക്ഷേ അത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, സോ ഇതിവിടെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട്
ഈ ഒരു ലെങ്ത് ഇത്ര ലെങ്ത് നമുക്ക് വേണ്ട, നമ്മൾ കട്ട് ചെയ്യും. വിത്ത് ഫ്യൂസ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. നമ്മൾ ഇതിൻ്റെ ഒരു വയറും കാര്യങ്ങളും നമ്മൾ ഫുള്ള് ഹെഡിൻ്റെ അകത്തോട്ട് എടുത്തിട്ട് നമ്മുടെ ഇഗ്നീഷൻ, അതായത് ഈ ഒരു ഈ ഇഗ്നീഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രം ഇതിലോട്ട് പവർ വരാനുള്ള ഒരു കണക്ഷനാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിന് മുന്നേ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോയിൽ ചെയ്തേക്കുന്ന പോലെ ആ ഒരു 16 പാറ്റേൺ LED നമ്മൾ കണക്ട് ചെയ്ത പോലെ തന്നെ ആക്ച്വലി അതിൻ്റെ ഒരു പ്ലഗ് ഉണ്ട്, അതിൽ നമ്മൾ കണക്ഷൻ എടുക്കുകയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാസ്ക് നമ്മളതിൽ എന്താ പറയുക, ആ ഒരു സെക്ഷൻ കണക്റ്റ് ചെയ്യുക എന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് ടാസ്ക് നമ്മളിതിൽ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കാം നമുക്ക്. ഇതൊക്കെ നല്ല എന്താ പറയുക, നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം ബോബോ ഗീസ് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. സോ ഇവിടെയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഒരെണ്ണം ഇവിടെയും അതേപോലെ തന്നെ ഒരെണ്ണം താഴെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. ദെൻ ഓക്കെ, അത് കറക്റ്റായിട്ട് ഹോൾഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് എത്ര കട്ടർ ചാടിയത് ആക്ച്വലി ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ വീഡിയോ എടുക്കണം എന്നുള്ളൊരു മോട്ടീവ് ഉള്ളതുകൊണ്ട് നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് വെച്ചിട്ട് കുറേ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ഇത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. സോ മൊബൈലിൽ മൗണ്ട് ചെയ്ത് ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് തന്നെയാണ് യാത്ര ചെയ്തത്. അപ്പോൾ അതിൽ എന്താ പറയുക, വേറെ വൈബ്രേഷനോ അല്ലെങ്കിൽ ഫോൺ ഊരി താഴെ വീഴുന്നു അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നമുക്ക് ആ ഒരു സ്ക്രൂ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്ര നമുക്ക് കൈ കൊണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതിൻ്റെ ഒരു അരൻ കീയുടെ ഹോൾഡർ നമുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്കത് വെച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ടൈറ്റാണ്. നമുക്ക് ഫൈനലായിട്ട് ടൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഫൈനൽ ടൈറ്റ് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. വയർ നമുക്ക് പിന്നെ എടുക്കാം. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഹെഡ് ഫുള്ള് താവോട്ട് എന്താ പറയുക റിമൂവ് ചെയ്യാമെന്നാണ്. ഞാൻ ഓൾറെഡി പഴയ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ അതേപോലെ എന്താ പറയുക, ഇതിൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബ്രോ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്ത്, അതായത് നമ്മൾ ഈ വിൻവൈസർ ആക്ച്വലി ഇതിൻ്റെ കൂടെ വരുന്നതല്ല, നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു 150 മുതൽ 250 ആ ഒരു റേഞ്ചിലുണ്ട്. ഞാൻ വാങ്ങിയത് 180-ലാണ്, ലോക്കൽ ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. സോ ഓൾറെഡി NSനും ദെൻ കൊടുക്കുന്ന അതേ ഒരു വിൻഷീൽഡ് തന്നെയാണ്. ദെൻ ഇതിന് ആക്ച്വലി ഹോൾസ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നമ്മുടെ എന്താ ഈ FCയുടെ ആ ഒരു കറക്റ്റ് ഹോൾസ് നമ്മൾ തന്നെ ഹീറ്റ് ചെയ്ത് തുളച്ചിട്ടതാണ്. അപ്പോൾ അവർ ചോദിച്ചു, ആക്ച്വലി നമുക്ക് കൊടുത്തേക്കുന്ന ഈ ഒരു നമ്പർ പ്ലേറ്റ് അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് എന്താ പറയുക, ഈ ഒരു മൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിൻഷീൽഡ് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ജോയിൻ ആവില്ല. അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇങ്ങനെ ഈ വിൻഷീൽഡ് കണക്ട് ചെയ്യുമ്പോൾ വേറൊരു ഇഷ്യൂ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഒരുപാട് ബലമൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പം ഒരാൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ആ ഒരു റബ്ബറിൻ്റെ ഒരു ഫീഡിങ് ഉണ്ട്, അത് കട്ടായി പോവും. അത് ഓൾറെഡി ഞാനൊരു ട്രിപ്പിലുള്ള സമയത്ത് എനിക്കൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫുൾ സെക്ഷൻ ഇങ്ങനെ താഴോട്ട് പോകുന്നു. അത് പിന്നെ സർവീസ് ചെയ്തപ്പോഴത്തേനും അതിൻ്റെ സർവീസ് സ്റ്റേഷനിലുണ്ടാവും, അതായത് ഷോറൂമിലുണ്ട് അതിൻ്റെ അകത്ത് കൊടുക്കുന്നൊരു റബ്ബർ ഫീഡിങ്. എന്താ പറയുക, 10 രൂപ ഒരു പെയറിന് 10 രൂപ 15 രൂപ അങ്ങനെ എന്തോ ഉണ്ടാവും, അങ്ങനെ എന്തോ ഉള്ളൂ. ഓക്കെ, 4ാമത്തെ ബോൾട്ട് ഊരിയിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇത് ഫസ്റ്റ് വരുമ്പം ഈ ഒരു ഷീൽഡില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട്
ഇതവിടെ അങ്ങനെ ഉണ്ടാവും. ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ക്ലാഡ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാകുക. അപ്പോൾ ഈ ഒരു വിൻഷീൽഡ് വരുമ്പോഴത്തേനും ഇവിടെ കുറച്ച് ബൾജ് ചെയ്തിട്ടുള്ള ഉണ്ടാകുക. അപ്പം നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ ഇടിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലാമ്പ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഹോളിട്ട് നമ്മളതിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ബ്രോ കണക്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഷീൽഡ്. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു ഒറ്റ ബോൾട്ടിലാണ്, അതായത് ഒറ്റ സ്ക്രൂവിലാണ് നമ്മുടെ ഹെഡ് ഫുള്ളായിട്ട് അതിൽ ഹോൾഡ് ചെയ്തേക്കുന്നത്. ഇപ്പം ഈ ഒരു ഇത് കാണാമോ, ഈ ഒരു ഇത് കാണുന്നില്ലേ, ഇത് നമ്മൾ പുള്ളി ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഹെഡ് ഇങ്ങനെ അങ്ങനെ താഴോട്ട് വരും. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ പഴയ വീഡിയോയിൽ നമ്മൾ ചെയ്ത ആ ഒരു 16 പാറ്റേണിൻ്റെ ആ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ കൺസോളാണ്. നമ്മൾ അതിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ, അതായത് നമ്മുടെ ഈ ഒരു ഹോൾഡർ, ആ ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ വയർ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഹെഡിൻ്റെ അകത്തോട്ട് എടുക്കണം. അതിനായിട്ട് ഇവിടെ ആക്ച്വലി ഒരു ഹോളുണ്ട്. നമുക്കിതിൻ്റെ അകത്തോടെ തന്നെ ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു ഹോളുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോടെ തന്നെ അത് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതിൻ്റെ അകത്തോടെ നമ്മൾ ഓൾറെഡി എന്താ പറയുക, ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇതിലേക്കൂടെ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേ ഹോളിൽ കൂടെ തന്നെ നമ്മൾ ഈ 2 വയറും അകത്തോട്ട് എടുക്കുക. ഓക്കെ, സോ വയർ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, നല്ല ലെങ്ത് ഉണ്ട് ആക്ച്വലി നമ്മുടെ വയറിന്. നമ്മളിത് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻസുലേറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു 2 ടിപ്പ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ചുരുട്ടി ഒരു വയർ ടൈ വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഫിക്സ് ചെയ്യാം. റൗണ്ട് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ സോക്കറ്റ്. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കി അറിയാൻ പറ്റും, ഒരു റെഡും ഒരു ബ്ലാക്കിൻ്റെയും ഇത് വരുന്നുണ്ട്. അതിൽ പ്ലസ് വരുന്നത് ഈ റെഡാണ്. പ്ലസ് വരുന്ന ഈ റെഡാണ്. നമ്മളിവിടെ തന്നെ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് രണ്ടാമത്തെ വയറിലോട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഇങ്ങനെ വെളിയിലോട്ട് എടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെളിയിലോട്ട് എടുത്താൽ മതി. സോ കണക്ഷൻ ഇത്രേ ഉള്ളൂ. ദെൻ നമ്മുടെ സോക്കറ്റ് എടുക്കുക, പ്രോപ്പറായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതെന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് കൂടെ വീഴത്തക്ക രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്. റെഡ് കളർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കണക്ഷൻ പ്രോപ്പറായിട്ടെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നല്ലപോലെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്യൂസ് ആവും. കാരണം ഇതിൻ്റെ വെള്ളം കയറാനുള്ള ചാൻസസും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തേക്കുന്നത് എന്താ പറയുക, ഇത് സ്റ്റോക്കല്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തൊരു ഇൻഡിക്കേറ്ററാണ്. LED ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ആക്ച്വലി എന്താ പറയുക ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ അകത്ത് വെള്ളം കയറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. സോ അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പഴയ പോലെ തന്നെ നമ്മുടെ ഹസാർഡ് സെക്ഷനുണ്ട്, അത് നമുക്ക് അവിടെ തന്നെ ഫിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു വയറും പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അത് പ്രോപ്പറായിട്ട് ഒരു കണക്കിന് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഇതിൻ്റെ കവർ വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഈ ഒരു പ്ലഗും കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ള കവർ വരുന്നുണ്ട്. ഇത് നമ്മുടെ പാർക്കിംഗ് ലൈറ്റിൻ്റെ ഇതാണ്. ഇതിവിടെ ഇങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ അതിൻ്റെ അകത്ത്
കണക്ട് ചെയ്ത് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷനും കാര്യങ്ങളും കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്ലാമ്പ് കണ്ടില്ലേ, ഈ ക്ലാമ്പിലോട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഹോൾഡ് ഫുള്ളായിട്ട് തന്നെ കയറിയിരിക്കണം, എന്നാലേ ഫിക്സ് ആവുള്ളൂ. കുറച്ച് എന്താ പറയുക, ഫോഴ്സ് എടുത്ത് പ്രസ് ചെയ്താൽ മാത്രമേ ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തിട്ട് മൊബൈൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ടൊരു മൊബൈൽ കണക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഇതിൽ ഹോൾഡ് ചെയ്യാം, ദെൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ പോർട്ടുള്ളത്, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ. സോ ആക്ച്വലി നമ്മുടെ എൻജിൻ ഓൺ ആയിട്ടുണ്ട്. സോ ചാർജ് ആകുന്നില്ല. സ്വിച്ച് ഓണാക്കി ഓഫാക്കി നോക്കാം. ചാർജ് ആകുന്നില്ല. ഓക്കെ, ഓക്കെ, നമ്മുടെ കീ ഓൺ ആക്കിയിട്ടുണ്ട്. സോ സെക്കൻഡായിട്ട് നമ്മുടെ ഇഗ്നീഷൻ്റെ ഈ ഒരു കീ കൂടെ ഓൺ ആക്കണം. സോ അതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ ഓഫിലാണുള്ളത്. നമ്മുടെ ഇഗ്നീഷൻ്റെ കീ കൂടെ ഓൺ ആക്കി കഴിയുമ്പോഴത്തേനും ചാർജ് ആകുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫാസ്റ്റ് ചാർജിങ് ആണ്. ആക്ച്വലി എൻ്റെ മൊബൈൽ എന്ന് പറഞ്ഞാൽ Vivo Z1 Pro ആണ്. അപ്പോൾ അതിലെ ഫാസ്റ്റ് ചാർജിങ് വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഒരു മേളിലൊരു ഐക്കൺ കാണുന്നില്ലേ, ആ ഒരു പവറിൻ്റെ ഐക്കൺ, ആ ഒരു ഐക്കൺ വരുള്ളൂ. സോ നോർമലി ഇതിപ്പോൾ ചാർജിങ് ആണ്. ദെൻ നമുക്കിതിൻ്റെ പുറകിലെ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. സോ ചാർജിങ് മാറിയിട്ടുണ്ട്, അതായത് ഇപ്പോൾ ചാർജിങ് അല്ല, സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് ചാർജിങ് ആവുന്നുണ്ട്. ഇപ്പോൾ നോർമലാണ്. അതിൻ്റെ ആ ഒരു യെല്ലോ കളർ വന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ആ ഒരു സിമ്പിളാണ്. അപ്പം ഈ ബോബോയുടെ ഈ ഒരു ഗിയർ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ഫോൺ ഹോൾഡർ വിത്ത് ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ചാർജർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. സോ അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എന്താ പറയുക, ഇത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ.